നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസ് വെക്കാനാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. അതിന് കരിമീൻ വെട്ടി ക്ലീൻ ചെയ്ത് ഇച്ചിരി തൈര് ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ വെച്ചു. ഒരു 10 മിനിറ്റ് വെച്ച് തൈര് ഒഴിച്ച് എന്നിട്ട് ഉരച്ചെടുത്തപ്പം നല്ലപോലെ വൃത്തിയായിട്ട് കിട്ടി. നമുക്കിങ്ങനെ വരഞ്ഞ് ഇച്ചിരി മസാലയൊക്കെ പുരട്ടി ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 കിലോ കരിമീനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അധികം ഒന്നും വേണ്ട, ഒരു നുള്ളു മാത്രം മുളക് പൊടി. നമുക്കിതിലൊന്ന് പുരട്ടിയെടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മൾ 10 മിനിറ്റ് മുമ്പേ മസാല പുരട്ടി വെച്ച കരിമീനാണിത്. അപ്പം ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി ഇത്രയും ചേർത്തപ്പോൾ എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. 1/2 ടീസ്പൂൺ വിനാഗിരിയും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് തിരുമ്മി വെച്ചതായിരുന്നു. അത് ക്യാമറ ഓഫ് ചെയ്ത് പോയി. ആദ്യത്തെ ഭാഗമേ കിട്ടിയുള്ളായിരുന്നു. അതുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത്. ഇതിനെ ഇനി നമുക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചെണ്ണ മതി, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി, മീൻ പൊടിയാതിരിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മീൻ വറുത്തു. ഇതിനെ അരയ്ക്കാൻ വേണ്ടുന്നതാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അരേ ഉള്ളൂ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇതിന് കൂടുതൽ വേണ്ടി, അതുകൊണ്ട് ഇത്രയും കുരുമുളക് പൊടി. ഇതിൻ്റെ അകത്ത് 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഇത്രയും തക്കാളി, ഇത്രയും നമ്മൾ അരച്ചുകൊണ്ട് വരും. അരപ്പിന് വേണ്ടിയിട്ട് ഇത്രയും നമുക്ക് അരച്ചുകൊണ്ട് വരാം. നമ്മൾ ഉരുളിയാകട്ടെ. ഇത് പൊടിയാതിരിക്കണമെങ്കിൽ വലിയ ചട്ടി വേണം. മീനൊന്നും മുട്ടാതിരുന്നാലേ പൊടിയാതിരിക്കും. മീൻ വറുത്ത എണ്ണ ഒഴിക്കണം. അതിൻ്റെ അകത്ത് ആ മീനിൻ്റെ മണവും ടേസ്റ്റും എല്ലാം വരുന്നതല്ലേ, ആ എണ്ണ കളയണ്ട. ബാക്കി പോരാത്ത വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ചൂടാകട്ടെ. നമുക്കതിലേക്ക് ഇച്ചിരി ഉലുവ ഇടാം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി അരിഞ്ഞത്, സവാള അരിഞ്ഞതിടാം, പച്ചമുളക് ഇടാം, കറിവേപ്പിലയും കൂടി ഇടാം. ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്തിരി ഉപ്പിടാം. സവാളയൊന്ന് വഴലിങ്ങടം വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് കൊണ്ടൊന്ന് അരപ്പിയാക്കാം. പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. വെള്ളം പറ്റി പച്ചമണം മാറട്ടെ. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. വേണ്ട, നല്ലപോലെ എണ്ണ തെളിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. 3.5 ഗ്ലാസ് 2-ാം പാലുണ്ട്. 1 കിലോ മീനില്ലേ, അത് മുങ്ങിക്കിടക്കണ്ടേ. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ. നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഓരോന്നോരോന്ന് പെറുക്കി ഇതിലേക്ക് ഇടാം. വിസ്താരമുള്ള പാത്രമല്ലേ, ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉരുളി എടുത്തത് തന്നെ. 7 മീനുണ്ട്. നിരത്തി ഇടാം. അതിൻ്റെ മുകളിലൊന്ന് കിടക്കാം. 3/4 വേവ് വെന്ത മീനാണ്. ഇനി ഒരു 10 മിനിറ്റ് മതി. 5 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുമ്പേ, ആ കുരുമുളക് പൊടിയുടെ ഇടാം. തക്കാളി, കരിമീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാം ഇങ്ങനെ. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. നല്ല കുറുകിയ 1-ാം പാല്. നമുക്ക് ഇത് ചുറ്റിച്ചെടുക്കാം. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞാലോ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കിയൊന്നും വേണ്ട. 1 സ്പൂണ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ഉരുളി വെച്ചത്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെ തിളച്ച് തേങ്ങാപ്പാൽ വിരിഞ്ഞു പോയാലോ. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വേപ്പിലയും കൂടെ അതിലേക്ക് ഇടാൻ പോവാം. ഇനി അവിടെ ഇരിക്കട്ടെ. മൂടി വെച്ചിട്ട്